ഹലോ ഗൈസ്, നമുക്ക് ചൂടോടെ കുറച്ച് രതീഷിനെ വറുത്ത് കോരിയാലോ. നമ്മുടെ സ്വന്തം പഴംപൊരി, കേരളക്കാരുടെ ഇഷ്ടവിഭവം. അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയല്ല, മൈദാമാവാണ് ഞാൻ എടുക്കുന്നത്. ഗോതമ്പ് മാവിൽ വേണമെങ്കിലും ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പൊ ഇവിടെ ഒരു ഗ്ലാസ് മൈദാമാവിന് ഒരു 2 ടേബിൾ സ്പൂണ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. നിങ്ങൾക്ക് സോഫ്റ്റ് പഴംപൊരിയാണ് വേണ്ടതെങ്കിൽ ഈ ഒരു ഭാഗം, അരിപ്പൊടി ഭാഗം സ്കിപ്പ് ചെയ്യാം. കളറിന് വേണ്ടിയിട്ട് നമ്മളൊരു 1/4 ടീസ്പൂണ് മഞ്ഞപ്പൊടിയും 1/2 ടീസ്പൂണ് മുളക് പൊടി, അത് എൻ്റെ വക. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അധികം എരിവൊന്നും ഉണ്ടാവില്ല, എന്നാലും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു മീഡിയം മധുരമായിരിക്കും. ഇനി നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർക്കുക, കുറവാണെങ്കിൽ 2 ടീസ്പൂൺ ചേർത്താൽ മതി. പിന്നെ ഈ ഒരു മാവൊക്കെ ഒന്ന് പുളിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്, പുളിച്ച് കിട്ടാൽ അതിൻ്റെ ഒരു പരുവായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ദോശയ്ക്കോ ഇഡലിക്കോ അരച്ച് വെച്ച മാവുണ്ടെങ്കിൽ അതൊരു 2 ടേബിൾ സ്പൂൺ ചേർക്കാവുന്നതാണ്. നോർമലി നമ്മൾ പഴംപൊരീൻ്റെ മാവ് ഒരു 15 മിനിറ്റ് ഒക്കെ റെസ്റ്റിംഗ് ടൈം വെക്കാറുണ്ട്. ഹോട്ടലിലൊക്കെ ആണെങ്കിൽ കുറച്ച് മണിക്കൂർ വെക്കാറുണ്ട്. പക്ഷെ നമ്മൾ വീട്ടിൽ ചായക്കടിക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അധികം ടൈം ഒന്നും എടുക്കാതെ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ പരിപാടിയാണ് ഈ മാവ് ചേർക്കൽ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഒരു പിഞ്ച് സോഡാപ്പൊടി ഇട്ട് കൊടുത്താലും മതി, പഴംപൊരി നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. മൈദാ മാവ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കട്ടയൊക്കെ പിടിച്ച് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ച് കൊടുത്തതിന് ശേഷം ഒരു വിസ്ക് വെച്ചിട്ട് കൂടി ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ പഴംപൊരീൻ്റെ മാവിന് കൺസിസ്റ്റൻസി, തിക്നെസ് കൂടിക്കഴിഞ്ഞാൽ പഴത്തിൽ അപ്പാടെ പിടിച്ച് ഒട്ടിപ്പോവും. മാവ് കൂടുതൽ മാവും പഴം ഉള്ളിലായി പോവും. ഇനി തിക്നെസ് കുറഞ്ഞാലോ പഴത്തിലൊട്ട് പിടിക്കൂല. അതുകൊണ്ട് അതിൻ്റെ തിക്നെസ്, മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആക്കാൻ ശ്രദ്ധിക്കുക. പഴുത്ത പഴം 3 ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നീളം പഴം കുറച്ച് വളഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. നീളത്തിൽ മുറിച്ചതിന് നമുക്ക് ഒത്തിരി എണ്ണ വേണം വീട്ടിൽ, പിന്നെ റീയൂസ് ചെയ്യാത്തതുകൊണ്ടും ഹെൽത്തിന് അത്ര നല്ലതല്ലാത്തതുകൊണ്ടും പഴം 2 മുറിച്ച് തോലോടെ തന്നെ മുറിക്കുന്നുണ്ട്. അതാകുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടില്ല. എന്നിട്ട് ഈ മാവിൽ മുക്കിയിടുമ്പോൾ മാത്രം നമ്മൾ അതിൻ്റെ തോല് കളഞ്ഞാൽ മതി. എണ്ണ നന്നായി ചൂടാക്കി കഴിഞ്ഞതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് മാത്രം ഈ മാവിൽ മുക്കിയിട്ട് ഇടുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇടുമ്പോഴത്തേനും, ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ തീ കൂട്ടി വെച്ച് പെട്ടെന്ന് ഇട്ട് പോകുമ്പോഴേക്കും ഒറ്റ ഷോട്ടിൽ അത് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് പറയുന്നത് തീ കുറച്ച് വെച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. എന്നിട്ട് മെല്ലെ ഒന്ന് തീ മീഡിയത്തിലേക്ക് വെക്കുക. കാരണം ബിഗിനേഴ്സ് ആയതുകൊണ്ട് അവർക്ക് എല്ലാ സ്റ്റെപ്പും ഒരു ഡൗട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് പറഞ്ഞുള്ളൂ, അല്ലാത്ത എല്ലാവർക്കും ഇത് അറിയുന്ന കാര്യമാണ്, ബേസിക് കാര്യമാണല്ലോ. സോ നമ്മൾ സെക്കൻഡ് റൗണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു റൗണ്ട് കോരിക്കഴിഞ്ഞാൽ തീ കൂട്ടി വെക്കുക. എന്നിട്ട് ഇടുന്ന സമയത്ത് വീണ്ടും കുറച്ച് വെച്ചിട്ട് മാത്രം അടുത്ത റൗണ്ടുകൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മളിതാ 1-2 റൗണ്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഫാസ്റ്റായിട്ട് പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വന്നാൽ ഉള്ള പഴം വെച്ചിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു വിഭവമാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം കോരി എടുത്തിട്ടുണ്ട്. നമ്മുടെ അടുത്തുള്ള ഫാമിലിക്ക് നോമ്പ് തുറക്കും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. ദൈവം സഹായിച്ച് നമുക്ക് ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ റെഡി ആയിട്ട് കൊടുക്കാനും പറ്റി. അപ്പോൾ ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.